അപ്പോൾ ഡോക്ടറെ, ഈ ഇൻഫ്ലമേറ്ററി ഫുഡ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ ഫുഡുകളാണ് കഴിക്കേണ്ടതും കഴിക്കാൻ പാടില്ലാത്തതുമായത്? അപ്പം അതിരാവിലെ തന്നെ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലേഡീസും വെറും വയറ്റിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് അത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. വീട്ടിൽ നമ്മുടെ തന്നെ തൊടിയിലുള്ള കുറച്ച് തുളസി പറിക്കുക, ഒരു ഇഞ്ചി ചതയ്ക്കുക, അതുപോലെ തന്നെ മഞ്ഞളിടുക, ഇതെല്ലാം ഇട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് വെറും വയറ്റിൽ കുടിക്കുക. അപ്പം നമ്മുടെ ആ ഇൻഫ്ലമേഷനും നീർക്കെട്ട് ഇതിന് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് പോലും രാവിലെ വെറും വയറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അലർജി ഉണ്ടാവില്ല, സൈനസൈറ്റിസ് ഉണ്ടാവില്ല, ഹെഡേക്ക് ഉണ്ടാവില്ല. മല്ലിയിലയുടെ ചമ്മന്തി അതൊക്കെ നമുക്ക് ഫുഡിലും ഉൾപ്പെടുത്താം. മഞ്ഞളിൻ്റെ ധാരാളമായിട്ടുള്ള ഉപയോഗങ്ങൾ. പിന്നെ കായം പൊടി, അസഫോയിറ്റിഡ എന്ന് പറയും, അതായത് നമ്മൾ കറിക്കായം, അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഇനി ഉൾപ്പെടുത്താൻ പാടില്ലാത്തതെന്ന് ചോദിച്ചല്ലോ, കാണാൻ ഭംഗിയുള്ളതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പണ്ടുള്ളവർ പറയുമായിരുന്നു. അത് സത്യമാണ്. കാരണം വെള്ള പഞ്ചസാര അത് വളരെ ദോഷമുള്ള സാധനമാണ്. അതുപോലെ വെള്ളയാണ് മൈദയും. മൈദ കാണാൻ നല്ല സുന്ദരിയാണ്, പക്ഷെ കഴിച്ചാൽ പ്രശ്നമാകും. അപ്പം എല്ലാ സാധനങ്ങളും അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല രീതിയിൽ കഴിക്കുവാണെങ്കിൽ വലിയ ദോഷം ഉണ്ടാവില്ല. പക്ഷേ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ പാല്, ഗോതമ്പ്, മൈദ, പ്രോസസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫുഡുകൾ, എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, ഇതെല്ലാം നല്ല നിറം തരുന്ന എല്ലാ സാധനങ്ങളെയും നമ്മൾ മാറ്റി നിർത്തുക.